പണ്ടൊക്കെ പറമ്പിൽ നിന്ന് ഒരുപാട് കൂണ് കിട്ടുമായിരുന്നെങ്കിലും ഇപ്പം അങ്ങനെ കാണാനേ ഇല്ലല്ലേ. ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഒരു കൂൺ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം. എനിക്ക് തോന്നുന്നു നമ്മൾ പാട്ടത്തിനെടുത്ത ഒരു സ്ഥലത്തും തന്നെ അങ്ങനെ കൂണ് കിട്ടുന്നൊരു സ്ഥലം ഇല്ല, ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ സ്വന്തം സ്ഥലത്ത് വന്നപ്പോഴുണ്ടല്ലോ, ഇവിടുന്ന് ഇപ്പോൾ ഇത് 4-മത്തെ പ്രാവശ്യമാണ് നമുക്ക് കൂൺ കിട്ടുന്നത്. മുകളിലൊരു സ്ഥലമുണ്ട്, നമ്മുടെ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ സ്ഥിരമായിട്ട് തന്നെ ഇപ്പോൾ ഒരു 3 പ്രാവശ്യം അവിടുന്ന് തന്നെ കൂണ് കിട്ടി. അത് കഴിഞ്ഞ് ഇന്നലെ ചേട്ടായി ഇങ്ങനെ വെറുതെ പറമ്പിലൂടെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എടി ആ ഫോൺ എടുത്തുകൊണ്ട് ആ കിണറിൻ്റെ സൈഡിൽ കൂടി ഇങ്ങ് നടന്നു വരാൻ പറഞ്ഞു. അപ്പം എനിക്കും ജെഫിനും തോന്നി എന്തോ ഒരു സാധനം ഉണ്ട് എന്നോർത്തു. എന്താണെന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഞാനും ജെഫിനും കൂടെ പേടിച്ച്, അതായത് പാമ്പ് വല്ലതും ആണോ എന്ന് ഓർത്തു. ഇതേ അവിടെ ഒരു സാധനം കിടപ്പുണ്ട്, നോക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ വല്ല പാമ്പൊക്കെ ആണോ എന്ന് ഓർത്തുകൊണ്ട് ചെല്ലുകയാണേ. എന്തായാലും ചെന്നപ്പോൾ ഇങ്ങനെ ചേട്ടായി പറഞ്ഞു, കടിക്കുന്ന ഒരു സാധനവും ജീവനുള്ള സാധനമൊന്നും അല്ല, പോയി നോക്കാൻ പറഞ്ഞ് സർപ്രൈസൊക്കെ തന്നു. അപ്പോൾ ഓടിപ്പോയി ഇത് കണ്ട ഉടനെ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാര്യം നമുക്കിതിന് മുമ്പ് കിട്ടിയത് 1 ഒറ്റയും 1.5 ആയിരുന്നെങ്കിൽ ഇതൊരു 3-4 കൂണ് നല്ല അടിപൊളി കൂണ് കിട്ടി. അപ്പോൾ അതെങ്ങനെ കറി വെക്കണം എന്നുള്ള പ്ലാനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വറുത്തരച്ച് കറി വെച്ചാലോ എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കിട്ടിയത് നമ്മൾ തോരനായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ തന്നെ 2 ചക്കപ്പഴം, പഴുത്ത കൂഴച്ചക്കയാണ്, നമ്മുടെ അന്നത്തെ ചൈന കൂഴ, അതിൽ നിന്ന് 2 ചക്ക കിട്ടി. അപ്പോൾ ജെഫിന് അതും എടുത്ത് ഞങ്ങളിങ്ങനെ എന്നാൽ ചക്ക ഒരു നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാം, കൂണും കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കയറി വന്നു. അപ്പോൾ നമ്മുടെ ജിനു ഇപ്പോൾ ഇത് കൂണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂണെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് തീരുമാനിച്ചു, നമുക്കത് തോരനായിട്ട് തന്നെ വെച്ചേക്കാമെന്ന് തീരുമാനിച്ചു. അവൾ ഭയങ്കര ഡെക്കറേഷനിലൊക്കെ സംഭവം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ. അതുപോലെ ഈ കൂണിന് ഈ പറഞ്ഞ പോലെ ഒരു സാധനവും ചേർത്തില്ലെങ്കിലും വെറുതെ വേവിച്ച് തിന്നാനാണെങ്കിൽ പോലും ഭയങ്കര ടേസ്റ്റാണ് അല്ലേ. നമ്മൾ എന്താ പറയുന്നത്, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കണമെന്ന് പോലും ഇല്ല. പക്ഷേ അത്രയ്ക്കും ടേസ്റ്റാണ്. ഇച്ചിരി ഉപ്പും മറ്റുള്ള എന്തെങ്കിലും ഇച്ചിരി തേങ്ങയും ഉള്ളിയും മുളകും ഒക്കെ ഇട്ട് തോരൻ വെച്ചാൽ തന്നെ. എന്തായാലും ജിനു അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തു. ഇനിയിപ്പോൾ നമുക്കതിനെ എടുത്ത് റെഡിയാക്കണം. അപ്പോഴത്തേനും ഞാൻ അടുപ്പെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു, കത്തിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ജിനു നമ്മളുടെ കൂണുകളെല്ലാം ഒന്ന് വൃത്തിയാക്കി. എന്തായാലും നല്ല ഫ്ലോയിൽ ഞാനിങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നപ്പോൾ അവൾ എന്തോ കാര്യത്തിന് ഓടി വന്ന് വിളിച്ചു. അപ്പോഴത്തേനും ആ ഫ്ലോ അങ്ങ് പോയി. പിന്നെ നമുക്ക് ഈ 2ാമത് വെട്ടിക്കുത്തി എഡിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് അത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതേ നമ്മൾ ഇത്രയും സാധനമാണ് ഇടുന്നത്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. എന്നു വെച്ചാൽ നമുക്കറിയാൻ മേലാത്ത ഒരു സാധനവും നമ്മൾ ചേർക്കുന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ എന്താണോ നമുക്കുള്ളത് അത് വെച്ചിട്ടാണ് നമ്മളിത് കറികളെല്ലാം വെക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചു. അപ്പോൾ കൂണ് നന്നായിട്ട് വേകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പേ വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തു. ഇത് നന്നായിട്ട് തോർത്തിയെടുത്തു കേട്ടോ. ഇതിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ നല്ല മഞ്ഞ കളറൊക്കെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോ എന്തോ അത്രയും കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.